എങ്കിലും നിന്നെക്കുറിച്ച് അല്പം കുറ്റം പറയുവാൻ എനിക്കുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ തടസ്സം വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം മുറുകെ പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2:14. ബിലെയാം മോശയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ്റെ ഉപദേശത്തിൻ്റെ സ്വാധീനം കർത്താവിൻ്റെ പെർഗമോസ് എന്ന സഭയിലും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളെ ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് നിർദ്ദേശം കൊടുത്ത ആൾ ആയിരുന്നു ബിലെയാം. ഇടർച്ച എന്ന് പറയുന്നത് ദുർനടപ്പ് ആചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും വിഗ്രഹാർപ്പിതം തിന്നുവാൻ പ്രേരിപ്പിക്കുന്നതും മാത്രമല്ല. ബിലെയാം ബാലാക്കിൻ്റെ പക്കൽ നിന്ന് പണം വാങ്ങിയതുകൊണ്ട് അവനൊരു ഉപായം നിർദ്ദേശിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വചനം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നാം ഇനിയും അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചക്കല്ലോ കെണിയോ വയ്ക്കാതിരിപ്പാൻ മാത്രം തീരുമാനിച്ചു കൊള്ളുവിൻ. റോമർക്കെഴുതിയ ലേഖനം 14:13. ബാലാക്ക് ഇസ്രായേൽ മക്കളോടുള്ള ഭയം നിമിത്തം അവരെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയാണ് ബിലെയാമിനെ വിളിച്ചു വരുത്തിയത്. ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ ബാലാക്ക് ബിലെയാമിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിൽ ബിലെയാം പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സംഖ്യാ പുസ്തകം 23:23. ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുവാൻ ആഭിചാരമോ കൺകെട്ടുവിദ്യയോ ഇല്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. മാത്രവുമല്ല, ബിലെയാം പറഞ്ഞു, തന്നോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കുവാൻ തനിക്ക് കഴിയുന്നതല്ല. സംഖ്യാപുസ്തകം 23:10. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ദൈവകൽപ്പനയെ നിരസിച്ചിട്ട് തനിക്ക് ദൈവം പ്രതികൂലമായിട്ടിരിക്കുവാൻ പാടില്ല എന്ന് ബിലെയാം ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് തോന്നും ബിലെയാം ദൈവകൽപ്പനയെ നിരസിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അവൻ ദൈവജനത്തെ അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല, അവൻ ചില ദോഷങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് പോയത്. ബാലാക്ക് അവന് കൊടുത്ത കാശിന് അവൻ കൂറ് കാണിച്ചു. അവൻ ബാലാക്കിന് ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി കൊടുത്തു. നമുക്കറിയാം അതെന്തൊക്കെയാണെന്ന്. ഇസ്രായേൽ ജനത്തെ ദുർനടപ്പിലേക്ക് നടത്തുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാൻ ഇടർച്ച വയ്ക്കുവാനുമാണ് നിർദ്ദേശം കൊടുത്തത്. എന്നാൽ ബിലെയാമിന് ഈ അറിവുകൾ എവിടുന്നാകും കിട്ടിയിട്ടുണ്ടാവുക? വചനത്തിൽ നിന്ന് എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? അന്ന് മോശെ മുഖേന ന്യായപ്രമാണം നൽകപ്പെട്ടിട്ടേ ഉള്ളൂ. ഇസ്രായേലിൽ നിന്ന് അത് പുറത്തു പോയിരുന്നുമില്ല. പക്ഷെ ബിലെയാമിന് അറിയാമായിരുന്നു ദുർനടപ്പ് ആചരിക്കുന്നതും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതും ദൈവകോപം വിളിച്ചു വരുന്ന പ്രവൃത്തികളാണെന്ന്. ഇനിയും പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. നാം തിരുവെഴുത്തുകൾ പരിശോധിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവമാർഗത്തിൽ എങ്ങനെ നടക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതം എങ്ങനെ ചെയ്യാം എന്നൊക്കെയല്ലേ. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയും ബിലെയാം നിർദ്ദേശിച്ചു കൊടുത്ത നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ അതിന് നേർ വിപരീതമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ബിലെയാം പരിശോധിച്ചത് ദൈവകോപത്തിനുള്ള മാർഗമാണ്. അത് ഇസ്രായേൽ മക്കൾ പ്രവർത്തിച്ചാൽ ദൈവകോപം അവരുടെ മേൽ വരും എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ദൈവം അവർക്ക് പ്രതികൂലമായി തീരും. അങ്ങനെ അവർ ദുർബലരായി കഴിയുമ്പോൾ അവരിൽ നിന്നുള്ള ഭീഷണി ബാലാക്കിന് പേടിക്കേണ്ടതില്ല. വേഗത്തിൽ അവരെ തോൽപ്പിക്കുവാനും സാധിക്കും. ബിലെയാം ചിന്തിച്ചത്, താൻ പാപവും ചെയ്തില്ല, താൻ ബാലാക്കിനൊരു മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. നമുക്ക് പിന്നീട് കാണുവാൻ കഴിയും ബിലെയാമിൻ്റെ ഉപായം ഫലിച്ചു. ബിലെയാം ഒരു ആഭിചാരകനോ ഒരു മന്ത്രവാദിയോ ആയിരുന്നു. മാത്രമല്ല, അവൻ ലക്ഷണവിദ്യ പ്രയോഗിക്കുന്നവനുമായിരുന്നു. അത് ഇസ്രായേലിൻ്റെ മേൽ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ബാലാക്ക് ബിലെയാമിനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ അതിൽ ഫലം കണ്ടില്ല. ബിലെയാമിൻ്റെ ഉപദേശം എന്താണെന്ന് നമുക്ക് ദൈവവചനത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയില്ല. അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിലും ഏറെയാണത്. ദൈവവചനം വെളിച്ചത്തിൻ്റെ വഴി മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇരുളിൻ്റെ വശം അത് വിട്ടുകളഞ്ഞിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു പല ആഭിചാരകന്മാരും മന്ത്രവാദികളും ബിലെയാമിൻ്റെ പ്രബോധനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടവരായിരിക്കും. ബിലെയാം മന്ത്രവാദത്തിൽ അല്ലെങ്കിൽ ആഭിചാരത്തിൽ PhD എടുത്തൊരു വ്യക്തിയാകാനാണ് സാധ്യത. മോശയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആഭിചാരകൻ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസിലെ സഭയിൽ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കാലങ്ങൾ കടന്നു പോയിട്ടും അവൻ്റെ ഉപദേശത്തിന് സ്വാധീനം എത്രയാണെന്ന്. ബിലെയാം ദൈവവചനത്തിൽ നിന്നോ കേട്ട് കേൾവി കൊണ്ടോ ആവാം ഇടർച്ചയ്ക്കുള്ള മാർഗം കണ്ടെത്തി
ബാലാക്കിന് കൊടുത്തത്. അതാവാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ ഇടർച്ചയുണ്ടാകാവുന്ന പല വഴികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെടുന്നതാണ് ശബത്ത് ആചരിക്കുന്നതും മാംസം ഭക്ഷിക്കുന്നതും. റോമർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അവയൊന്നും ബിലയാമിൻ്റെ ഉപദേശത്തിൽ പെടുന്നതാണ് എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അതുകൊണ്ട് നാം ഇനിയും അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചക്കല്ലോ കെണിയോ വയ്ക്കാതിരിക്കാൻ മാത്രം തീരുമാനിച്ചു കൊള്ളുവിൻ. റോമർക്ക് എഴുതിയ ലേഖനം 14:13. ഇങ്ങനെ ഇടർച്ചയോ കെണിയോ വെക്കുന്ന ആൾക്കാർ സഭയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല പണം കൊടുത്ത് ബിലയാമിനെ വരുത്തുന്ന ആളുകൾ ഉണ്ടോ അതും എനിക്കറിയില്ല. ആവിചാരവും മന്ത്രവാദവുമായ ബിലയാമിൻ്റെ ഉപദേശത്തിന് കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു അധ്യായം കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം. ഈ അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ബെർയേശു എന്ന യഹൂദനായ ഒരു മന്ത്രവാദിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവനൊരു കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 8-ാം വാക്യത്തിൽ ഏലീമാസ് എന്ന ആഭിചാരകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13:7. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഏലിമാസ് എന്ന വ്യക്തി അവരോട് എതിർത്ത് നിന്ന് സത്യം അറിയാതിരിക്കേണ്ടതിന് ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഏലിമാസിനോട് മറുപടി പറഞ്ഞ വചനം ഇപ്രകാരമാണ്: ഹേ, സകല കപടവും സകല ദുഷ്ടതയും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നതിനുള്ള ശ്രമം നീ മതിയാക്കിയില്ലല്ലോ. ഇപ്പോൾ കർത്താവിൻ്റെ കരം നിന്നിൽ പതിക്കും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. അപ്പോസ്തല പ്രവൃത്തി 13:9-11 വരെയുള്ള വചനം. ഈ മന്ത്രവാദിയുടെ ഉദ്ദേശം മേൽ പറഞ്ഞ പോലെ രണ്ടായിരുന്നു. 1. കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുവാൻ ശ്രമിക്കുക. 2. മറ്റുള്ളവർ സത്യം അറിയാതിരിക്കേണ്ടതിന് വിശ്വാസത്തെ തടുത്തു കളയുവാൻ ശ്രമിക്കുക. അവൻ്റെ പാപം അധികമാണ് എന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. ആദ്യം ഈ വ്യക്തിയാണ് കർത്താവിൻ്റെ നേർവഴി അറിഞ്ഞവർ. അങ്ങനെയുള്ളവൻ ആദ്യം അതിനെ നിഷേധിച്ചു. ശേഷം അറിയുവാൻ ആഗ്രഹമുള്ളവരുടെ പക്കൽ നിന്ന് ആ സത്യത്തെ തടുത്തു കളയുവാനും ശ്രമിക്കുന്നു. അതാണ് ഏലീമാസ് ദേശാധിപതിയോട് ചെയ്തത്. സത്യമാർഗം മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തോടുള്ള മത്സരമാണ്. അത് പൈശാചികമാണ്. വചനം എന്താണ് പറയുന്നത്? 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിച്ഛായയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മാത്രമല്ല 2 കൊരിന്ത്യർ 4:3. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറയപ്പെട്ടിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ ലോകത്തിൻ്റെ ദൈവം ആരാണെന്ന്. അത് സാത്താനാണ്. ഇന്ന് സത്യത്തോടും സത്യം പറയുന്നവരോടും പലർക്കും ശത്രുതയാണ്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ യേശുക്രിസ്തുവിനെ വെറുത്തവരായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ആരായിരിക്കും? വെളിപ്പാട് പുസ്തകം വ്യക്തമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്ക് സഭയിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബിലയാമിൻ്റെ ഉപദേശം പ്രഘോഷിക്കുന്നവർ ഉണ്ട് എന്നല്ല. ബിലയാമിൻ്റെ പ്രബോധനം സ്വീകരിച്ച ബാലാക്കിന് ഉള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മുൻപ് സംസാരിച്ചുവല്ലോ. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചവർ പെർഗമോസ് സഭയിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് അവർ സഭയിലെ മന്ത്രവാദികളോ ആഭിചാരകനോ ആയിരിക്കും എന്നാണ്. ഇതിലധികം ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഇതിന് പ്രസക്തിയുണ്ടോ അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അവസാനമായിട്ട് കർത്താവായ യേശുക്രിസ്തു അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വായിച്ചിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാളുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.